ഇന്നൊരു 30,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ സ്കൂട്ടർ മേടിക്കുന്നു, നാളെ 40,000 രൂപയ്ക്ക് മറിച്ച് വെക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് 10,000 രൂപ പോക്കറ്റ് വീഴുന്നത്. അതിന് 30,000 രൂപ എവിടെ? ആരുടെയിലാ ഉള്ളത്? ഒപ്പിക്കണം. നീ എന്നിട്ട് നീ തന്നെ നടത്തും. എനിക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒപ്പിക്കാൻ പാടില്ലേ? എങ്ങനെ ഒപ്പിക്കാനാടാ? നഞ്ച് മേടിക്കാൻ പൈസ ഇല്ല, അപ്പോഴാ 30,000 രൂപ. വഴിയുണ്ട് പ്രകാശി. എന്താ വഴി? ആ വഴി ഉപയോഗിച്ച് നീ അങ്ങി. അല്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്യണം. എന്തോന്ന് അങ്ങനത്തെ ഒരു വഴി? ചെക്ക്. എന്തുവാ? നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് ഒപ്പിട്ട് മേടിക്കണം. എന്നിട്ട് ചെക്ക് ഒപ്പിച്ച് അമ്മയുടെ നിന്ന് മേടിക്കാൻ നടക്കാത്ത കാര്യമാണ്. നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും നീ പറയുന്നത്. നിങ്ങൾ പീരങ്കി കയറി വെടി വെക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, എന്നാ പറ. നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു ചെക്ക് ഒപ്പിട്ട് മേടിക്കണം. എന്റെ അമ്മ ചെക്കൊന്നും ഒപ്പിട്ട് തരാൻ പോകുന്നില്ല. നീ അത് വിട്ട് വേറെ വല്ല എപ്പിടി. എന്റെ പ്രകാശം, അതിനുള്ള വഴി എന്റെ ഉണ്ട്. അതിനുള്ള വഴിയുണ്ടോ? പിന്നെ ബഹിരാകാശക്കുള്ള വഴി വരെ ഈ വേണുക്കുട്ടന്റെ കയ്യിലുണ്ട്. അന്നേരമാണ് അറിയാടേ. നീ പറ. അതായത് കൃഷിഭവനിൽ, നിങ്ങളുടെ കൃഷിഭവനിൽ നിന്ന് തെങ്ങിനാണുള്ള വളം സബ്സിഡി കിട്ടുമെന്ന് പറയണം. അതിന് അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ ആധാർ കാർഡും ഒരു ചെക്കും വേണമെന്ന് പറയണം. ക്യാൻസൽഡ് ചെക്ക്. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചെക്ക് തരുമായിരിക്കും അല്ലേ? തരികയല്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എമൗണ്ട് എഴുതി എടുക്കാൻ പാടില്ലേ? അത് ഐഡിയ ആണല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ക്യാൻസൽഡ് കൂടുതൽ പൈസ കിട്ടൂടെ? ക്യാൻസൽഡ് ചെക്ക് ബാങ്കിൽ കൊടുക്കാൻ വേണമെന്ന് അമ്മയോട് പറയണം. നമ്മൾ നിങ്ങളുടെ അമ്മയ്ക്ക് ക്യാൻസൽഡ് എഴുതാൻ അറിയാവോ? അപ്പൊ പിന്നെ നമ്മൾ അത് പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഈ എമൗണ്ട് എഴുതി എടുക്കുന്നു. ഐഡിയ ഐഡിയ അടിപൊളി. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താണ് പ്രകാശിയ പ്രശ്നം? നമ്മൾ ഈ വഴിയെല്ലാം അടച്ചു വേണം പോവാൻ. ഒരു പഴുതുണ്ടാക്കരുത്. ഈ പൈസ എടുത്തു കഴിയുമ്പോഴേ മൊബൈലിൽ മെസ്സേജ് വരത്തില്ലേ പൈസ പോയി എന്ന് പറഞ്ഞിട്ട്? അതെങ്കിലും നിങ്ങളൊന്ന് ഡീൽ ചെയ്യ എന്റെ പ്രകാശി. ഇത്രയും കാര്യം ഞാൻ നോക്കിയില്ലേ? അത് ഞാൻ ചെയ്യാടാ. സാറെ കാര്യമുള്ളത് അത് ഞാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. 30,000 മേടിക്കുന്നു, വണ്ടി എടുക്കുന്നു, 10,000 രൂപ ലാഭം. സഞ്ജു, PSC എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പൈസ എല്ലാം തിരിച്ചു കിട്ടുവാടാ? അത് അവർ അയച്ചു തരും. ഓരോ മാസം ഓരോ ലക്ഷം വീതം ഇങ്ങനെ അയച്ചോണ്ടിരിക്കും ഇങ്ങോട്ട്. അതെ, ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. നീ എന്തിനാണ് എന്നെ അങ്ങനെ കളിയാക്കുന്നേ? അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടെല്ലാം ഉണ്ട്, സ്കോളർഷിപ്പ് ഉള്ള. അമ്മ കേട്ടിനി? എന്റെ പൊന്നമ്മ, അങ്ങനെയൊന്നും നമുക്ക് പൈസ ഒന്നും കിട്ടൂല. അമ്മയ്ക്കറിയോ, ഞാനാണെങ്കിൽ അവിടെ പഠിക്കാൻ പോകുന്ന ഭയങ്കര വിലയുള്ളൊരു കോഴ്സാണ്. എൻട്രൻസ് കിട്ടുമ്പോൾ എനിക്കത് ഫ്രീ ആയിട്ട് പഠിക്കാം. അത് പോര്. എന്നാലും ഇത്രയും ദൂരെല്ലാം പോയി പഠിക്കണടാ. നമുക്ക് യൂട്യൂബിലെല്ലാം നോക്കി പഠിച്ചൂടെ? എന്റെ പൊന്നമ്മ, ആ ഗ്രീൻ മാങ്ങ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ എല്ലാവർക്കും പ്ലേസ്മെന്റ്, സർക്കാർ ജോലി ഉറപ്പാ. അതാണ് അവിടുത്തെ പാരമ്പര്യം. എന്താ പേരെന്താ പറഞ്ഞത്? ഗ്രീൻ മാങ്ങ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. ഗ്രീൻ മാങ്ങ സൂപ്പർ സ്ഥലം. എന്നാലും നീ ആ പാരമ്പര്യം കാത്താ മതി. കാക്കോ? അങ്ങനെ നല്ലോണം പഠിക്കാനാ ഞാൻ ഇതെല്ലാം തരുന്നത്. പഠിച്ചോളാം. ഇത് എവിടുത്തെ കൊച്ചുന്റെ മാല? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. മോഹൻ ചെയ്തില്ല. അത് വാങ്ങാൻ പറ്റുവാ? പിന്നെ അമ്മ ഇവിടെ പ്രളയം ഉണ്ടാക്കും. കൊഴുപ്പ് പോരാ. അതാ സൈക്കിളുകാരൻ കൊണ്ടുവരുന്ന. ഇനി ആട്ടുംപാലും മതി. ഇനി ആട്ടുംപാലും മതി, അതിനെ കുഴപ്പമുള്ളൂ. മേടിക്കാം. ഇപ്പൊ കുടിക്ക്. ഇത് കവർ പാടുന്നല്ലോ അല്ലേ? അല്ലടാ, സൈക്കിള് പാല് വന്നതാണ്, അയാൾ കൊണ്ടുവന്ന. പക്ഷെ കൊറേ പശുവിന്റെ മിക്സാന്ന് തോന്നും. അതേ ഉള്ളു, അങ്ങനെ തന്നെയല്ലേ അവര് കൊണ്ടുവരിക. എടാ, നീ ആ ഗ്രീൻ മാങ്ങയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണേ. പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. കണ്ട, അപ്പച്ചിക്ക് വരെ അറിയാം എന്റെ ബുദ്ധി. കൊപ്പച്ചി. അതുകൊണ്ടല്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് അവന് കിട്ടിയാലാണല്ലോ അവനവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അവക്ക് മുയ്ത്ത അസൂയാടി. നീ കഴിക്കുമോനെ? അല്ല, അതവന് കിട്ടാൻ പോണില്ല. അമ്മേ, ആ സൂയക്ക് ഒരു മരുന്ന് ഇറങ്ങിയുണ്ടല്ലോ, അപ്പത്തേക്ക് ഞാൻ ഫ്രീ ആയിട്ട് വാങ്ങിച്ചോളൂ. മോനെ സഞ്ജു, അതിന് എത്ര പൈസ ആയാലും അമ്മ തരുവാടാ, നീ പേടിക്കണ്ട. ആ മരുന്ന് കിട്ടുകയാണെങ്കിലേ അമ്മയും മോനും പാലിൽ ഇങ്ങനെ കലക്കി കുടിച്ചാൽ മതി കേട്ടാ. എനിക്ക് അസുഖമൊന്നുമില്ല. ഇല്ലാത്ത സാധനം. നമുക്ക് അപ്പുറം പോയി കഴിക്കണം, അല്ലെങ്കിൽ ഇവിടെ കണ്ണുകൊണ്ട് കഴിഞ്ഞാൽ നാളെ പിന്നെ നിനക്ക് എക്സാം ചെയ്തെങ്കിലും. എനിക്ക് പോവാം. ചേച്ചി,
അവന് മുട്ട പുഴുങ്ങിയതും പാലും എല്ലാം കൊടുക്കേണ്ടത്. അവന് രാത്രി കിടക്കാൻ നേരത്ത് ബ്രഹ്മി അരച്ച് കലക്കി കൊടുത്താൽ മതി. എന്തിനു? അപ്പൊ അവന്റെ ഇല്ലാത്ത ബുദ്ധി കിളിർത്ത് വരും. അതായിരിക്കും അല്ലേ മോക്കൊന്നും കലക്കി കൊടുക്കുന്നേ? എന്റെ മോൾക്ക് നല്ല ഭക്ഷണം തന്നെ ഞാൻ കൊടുക്കണത്. ഇങ്ങനെ പരീക്ഷയുടെ തലേദിവസം ഒന്നല്ല മുട്ടയും പാലും കൊടുക്കുന്നത്, ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട്. അതിന് ഞാൻ പരീക്ഷയുടെ തലേത്തെ ദിവസമാണ് മുട്ടയും പാലും കൊടുക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞേ? അല്ല, വിചിത്രമായ ആചാരങ്ങൾ കണ്ടപ്പോ നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഞാൻ നിനക്ക് ഇന്നലെ മുട്ടയും പാലും തന്നിട്ടില്ലേടാ? തന്നു. മെനഞ്ഞാന്ന് തന്നില്ലേ? തന്നു. ചോദിക്കടി. ഓ, അപ്പൊ നിനക്ക് എപ്പോഴും മുട്ടയും പാലും ഉണ്ടല്ലേ? അതെ. ആ, എനിക്കതറിഞ്ഞാ മതി. പിന്നെ ആർക്കാ വേണ്ടത്? അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ. എനിക്കൊരു സംശയം ക്ലിയർ ആണെന്നുണ്ടായിരുന്നു, അത്ര തന്നെ. വേടാ, നമുക്ക് അപ്പുറം പോയിട്ട് കഴിക്കാം. അവളെ കണ്ണുകൊണ്ട് തന്നെയല്ലേ പരീക്ഷ എഴുതാൻ കഴിയടേക്കുമ്പോ. ചേച്ചി എന്താ പറഞ്ഞോന്നേ? ആ മുട്ടയും പാലും അവൻ കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൊതി അവന് പറ്റി, അവന്റെ വയറ് കേടായി, അവൻ പരീക്ഷയിലൊക്കെ തോറ്റ് തുന്നം പാടുന്നല്ലേ ചേച്ചി പറഞ്ഞത്? തോന്നിയില്ലേ മോക്ക്? തോന്നി. ആ, ഇങ്ങോട്ട് വേടാ. പള്ളിക്ക് കൊതി കിട്ടണ്ട. ഇങ്ങനെ വേടാ. അവിടെ തന്നെ നിന്നിട്ട് നിർത്തേ. കൊതി കിട്ടണ്ട. കൊതിയല്ല കിട്ടാൻ പോണത്, അല്ലാന്ന് പണിയെ കിട്ടാൻ പോണത്. പണി കൊടുക്കണല്ലേ?